അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും അവളുടെ കുട്ടികളുമായിട്ട് ഒരു ഫെസ്റ്റ് കാണാൻ പോയിട്ടുള്ള കഥ. അപ്പോൾ ഇന്ന് ആ ഫെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു മാൾ കാണാൻ പോയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഈ ഫെസ്റ്റ് നടന്നിടത്തുനിന്ന് നടന്ന് നമുക്ക് പോകാവുന്ന ദൂരേ ഉള്ളൂ ലുലു മാളിലോട്ട്. കുട്ടികൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതായിട്ട് മാറ്റണ്ടെന്ന് വിചാരിച്ചു. അവരുടെ ആഗ്രഹമല്ലേ, അവരും കൊണ്ട് ഇന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ഇന്ന് അവരുടെ ദിവസം ആയതുകൊണ്ട് അതും കൂടെ ഒന്ന് കണ്ടു കേട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് കേട്ടോ. നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലുലു മാൾ ഉള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ലൈറ്റിങ്സ് കാര്യങ്ങളെല്ലാം അതുപോലെ ഉണ്ട്, ഒന്നും മാറ്റിയിട്ടൊന്നും ഇല്ല. നമ്മൾ മെയിൻ എൻട്രൻസ് വഴി ഇതകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ ആദ്യം തന്നെ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കും ഉണ്ട് കേട്ടോ, വീക്കെൻഡ് ഒന്നും അല്ല, എന്നിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോർ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ സെക്കൻഡിലേക്ക് പോയിട്ടുണ്ട്. സെക്കൻഡിൽ പിന്നെ അങ്ങനെ അധികമായിട്ടൊന്നും ഇല്ലല്ലോ, എല്ലാം ഷോപ്പിംഗ് മാളുകൾ തന്നെയാണ്. അവിടുന്ന് പിന്നെ നേരെ തേർഡ് ഫ്ലോറിലേക്കും. തേർഡ് ഫ്ലോറിലാണ് കുട്ടികൾക്ക് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഫൺ ടൂർ അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വരാനൊക്കെ കുറച്ച് മടി കാണിക്കും. അപ്പോൾ ഇവരോടെല്ലാം നേരത്തെ പറഞ്ഞൊക്കെ വെച്ചിട്ടാണ് പോയേക്കുന്നത്, കാരണം നമുക്ക് സമയമൊന്നുമില്ല, എല്ലാം ഒന്ന് കണ്ടു കേട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ നമ്മൾ ഓടി ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇതുപോലുള്ള ആക്ടിവിറ്റീസിലൊന്നും കയറാനും പറ്റില്ല. നമുക്കവിടെ എളുപ്പമായിട്ടുള്ള കാര്യം റീചാർജ് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. വീക്കെൻഡ് വരുന്നവരാണെങ്കിൽ, റെഗുലറായിട്ട് വരുന്നവർക്കാണ് അതും ഗുണകരമായിട്ടുള്ള കാര്യം. അപ്പം നമ്മളെല്ലാം ഒന്ന് ഓടി നടന്ന് കണ്ടു. അതിനുശേഷം പിന്നെ കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.